മല്ലു ഗോമസ് ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ ആം വെരി സോറി, വേറെ നിവൃത്തി ഒന്നും ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. എന്താ സംഭവം പറ കേക്കട്ടെ. ഒരു പെണ്ണൊരു സാരി എടുത്തു വരുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പുരുഷന്മാര് അവർക്ക് ചേരുന്ന തരത്തിലുള്ള വസ്ത്രമൊക്കെ ഇട്ട് വരുമ്പോ നമ്മളെല്ലാവരും സൗന്ദര്യം ആസ്വദിക്കുന്ന ആളുകളാണെങ്കിലും ഉറപ്പായിട്ടും നമ്മളൊന്ന് നോക്കും, നമ്മൾ ആസ്വദിക്കും ഒക്കെ ചെയ്യും. പക്ഷെ ഈ മല്ലു ഗോമസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജോ ഫേസ്ബുക്ക് പേജോ ആ പേജിനകത്ത് അവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും എന്താ പറയാ നല്ല ഓവറാണ്. നല്ല ഓവറല്ല, കുറച്ച് അധികം ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയപ്പോ ഈ ഭാര്യയും ഭർത്താവും അങ്ങ് അമേരിക്കയില് ഡോക്ടേഴ്സ് ആണെന്നാ പറഞ്ഞു കേട്ടത്. മല്ലു ഗോമസ്, താങ്കൾ ഇത്രയും വിങ്ങിപ്പൊട്ടി താങ്കളുടെ കോണകത്തിനകത്ത് സ്ഥാനം തെറ്റാതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇത്രയും മസിൽ പിടിച്ച് താങ്കൾ കൊണ്ടു നടക്കുന്ന ആ ഒരു സാധനം ഇല്ലേ? എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പമേ. അത് താങ്കൾ അങ്ങ് അഴിച്ചിടും. നമുക്ക് അതൊക്കെ കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമ്മൾ അതൊക്കെ ആസ്വദിക്കുന്നത്. രാഹുൽ പശുപാലനും രശ്മി നായർക്കും ശേഷം നമ്മുടെ മലയാളക്കരയ്ക്ക് കിട്ടിയ ഒരു പൊൻ തൂവലാണെന്നോ അല്ലെങ്കിൽ 2 പവിഴ മുത്തുകളാണെന്നോ പറയാം ഈ ഭാര്യയും ഭർത്താവും ഈ ഡോക്ടേഴ്സിനെ. ഞാനൊരു വലിയ സംഭവം അല്ലേ? കമ്പിക്കഥകൾ പറഞ്ഞും കാണിച്ചും വ്യൂസും ഫോളോവേഴ്സിനും ഉണ്ടാക്കിയ ഇവര് എന്ത് ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നത്? ഇവര് കൊടുത്ത എന്ത് ഇൻഫ്ലുവൻസ് കണ്ടിട്ടാണ് ഓൺലൈൻ ചാനൽസ് ഒക്കെ ഇവരെ ഇന്റർവ്യൂവിന് വിളിച്ചിരുത്തിയത്? 100% ഞാൻ യോജിക്കുന്നു. അത്രയ്ക്കും ദാരിദ്ര്യമാണോ അല്ലെങ്കിൽ അത്രയ്ക്കും ഗതികേടാണോ ഈ ഓൺലൈൻ ചാനൽസിനൊക്കെ? ശരിക്കും ഈ ഒരു ഭാര്യയും ഭർത്താവും കൂടി വന്നിരുന്നിട്ട് എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? ആൾക്കാർക്ക് എന്താണ് കാണിച്ചു കൊടുക്കുന്നത്? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. നമ്മുടെ വീടിനുള്ളിൽ, നമ്മുടെ ബെഡ്റൂമിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ടയും പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങള് ഈ ലോകം മുഴുവനും ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്ന കേൾക്കുമ്പോ എനിക്കെന്തോ അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ അകത്ത് പോയി കിടക്കാൻ പോകുന്നു. തൽക്കാലം ഇത്രയും മതി.